ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ചിക്കൻ പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലേറെ ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ 2 ഐറ്റംസ് പിസ്സ ഉണ്ടാക്കാറുള്ളൂ. ഒന്നതും വേറൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഈസ്റ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയൊന്നും കൂടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് കുറച്ചധികം നമ്മൾ 2 പിസ്സയൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. ഞാൻ ഒരു പിസ്സക്കുള്ള ഇത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും നമ്മൾ പഞ്ചസാര കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മളൊരു 10 മിനിറ്റോളം മൂടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് 10 മിനിറ്റ് ആയപ്പോൾ നല്ല പൊതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ഇത്തിരി ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഇത്തിരി ഉപ്പിടുന്നുള്ളൂ. പിന്നെ നമ്മളെല്ലാത്തിലും ഉപ്പിടുന്നതിനും കൊണ്ടാണ്. പിന്നെ ഈ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഞാനിതാ ഈ ഒരു ബൗളിന് 1.5 ബൗൾ പൊടി എടുത്തിട്ട് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു പിസ്സക്കുള്ള മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പിസ്സക്കാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ബൗൾ നിറയെ എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പിസ്സക്കുള്ള ഉണ്ടാവും. ആ ഒരു ഇതിൽ തന്നെ ഈസ്റ്റിൻ്റെ ആ വെള്ളത്തിൽ തന്നെ നമ്മൾക്കിത് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ എനിക്ക് വെള്ളമൊന്നും ആവശ്യമായി വന്നില്ല. പാകിയിരുന്നു കേട്ടോ. ഈ ഒരു ബൗളും മൈദക്ക് ആ ഒരു ഈസ്റ്റിൻ്റെ വെള്ളം തന്നെ പാകിയിരുന്നു. അപ്പോൾ നിങ്ങൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പച്ചവെള്ളം തന്നെ തിരിച്ച് ഒഴിച്ചെടുത്തിട്ട് അത് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ആ പാത്രത്തിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. എന്താ വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ കയ്യിലൊക്കെ ആക്കിയിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ആവണം. എന്നിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് അടിയിൽ സൺഫ്ലവർ ഓയിൽ ആക്കുക. ഇതിൻ്റെ മുകളിലും ആക്കുക കേട്ടോ, ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു ഇത് മൈദൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ചിക്കന് പൊരിച്ചെടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഇത് ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ള കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീരും കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കട്ടിയുള്ള 2 സ്പൂണ് തൈരാട്ടോ, ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അളവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ആക്കുമ്പോൾ ഉള്ളൊന്നും വേവില്ലേന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത്രയും വലിയ പീസാക്കി ചെയ്തിട്ട് അവസാനം കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഷവർമ്മക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ കേട്ടോ ഞാനിതിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. അതൊന്ന് കായം പറ്റി വെച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു മീഡിയം സവാളയും ഒരു 10 അല്ലി വെളുത്തുള്ളി, 3 വറ്റൽമുളക് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി ഇതുപോലെ ഒന്നിങ്ങനെ ആ ഒരു തൊലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ അങ്ങനെ ഒന്ന് വരച്ചിട്ടിട്ട് ഒരു കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അടുപ്പത്ത് എണ്ണയൊന്നും വേണ്ട, ഒന്ന് വേവിച്ചെടുക്കാം. കണ്ട് ഇങ്ങനെ കേട്ടോ വേണ്ടത്. എന്നിട്ട് ചൂടാറിയ ശേഷം നമ്മൾ ഇതൊന്ന് തക്കാളിൻ്റെ തൊലി എടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. സമയമില്ല, എനിക്ക് രാത്രിയാണ് പിസ്സ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ചൂടോടുക്കൊക്കെ പൊളിച്ചെടുക്കുന്നത്. നിങ്ങൾ ചൂടാറിയിട്ടൊക്കെ എടുത്താൽ മതി. പിന്നെ മിക്സിയിൽ ചൂടാറിയ ശേഷം മിക്സിയിൽ ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ. കണ്ടില്ല, ആ ഒരു ഫൈൻ ഇതായിട്ട് അരച്ചെടുക്കുക. പിന്നെ ആ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു മിശ്രിതം അതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാനിക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് വേവണം കേട്ടോ. ഈ ഒരു തക്കാളി അപ്പോൾ വെന്തതാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ഇത് പോയി കിട്ടണം, എണ്ണയിൽ കടന്നിട്ടൊന്ന് പോയി കിട്ടണം. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ. ഇത് നിർബന്ധമാണ്, പിസ്സ ഉണ്ടാക്കുമ്പോൾ അത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻ പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. ഇത് കുറച്ച് ഇലൻ്റെ അധികം ആയിട്ടില്ല കേട്ടോ ഇല. അപ്പം ഞാനതൊന്ന് ചൂടാക്കിയിട്ട് കയ്യിലിട്ടിട്ട് പൊടിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടി കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് ചേർത്ത് കൊടുത്തോണ്ട് അതും കൂടെ ഇട്ടിട്ട് ഇത് വേണം ടപ്പിയാണ് ആ ഒരു പിസ്സൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂണോളം നമുക്ക് തക്കാളി കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് കേട്ടോ. ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടോ കുറച്ചൊന്ന് മാറി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് ആക്കിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ.
എന്നാൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചിക്കനും പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഉള്ളൊക്കെ വെന്നതിൽ പൊരിച്ചെടുക്കണം കേട്ടോ. ഇത്ര പിന്നെ കഷ്ണമാകുമ്പോൾ മറിച്ചിടാനൊക്കെ എളുപ്പമാവും. മറ്റേതിങ്ങനെ നമ്മൾ ചട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയാൽ ഉള്ളൊന്നും വേവില്ലേന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അത് ഫുള്ള് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വേവാത്തതൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര ചെറിയ ചെറിയ പീസായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, ഈ ഒരു ലെവൽക്ക് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വേവും ചെയ്യും, കഴിക്കുമ്പോൾ നല്ലൊരു ഇതാണ്. അപ്പോൾ കണ്ടോ നമ്മളെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഇതെല്ലാം വെച്ചിരുന്നപ്പോൾ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു എണ്ണൻ്റെ ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്ലേറ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ചെമ്പൊക്കെ ഇങ്ങനെ മൂടി വെക്കുന്ന അങ്ങനത്തെ ഒരു പ്ലേറ്റാണ് കേട്ടോ. ഒരു എന്താ പറയുക, അലുമിനിയം ചട്ടിയൊക്കെ മൂടി വെക്കുന്ന അങ്ങനത്തെ ഒരു പ്ലേറ്റാണ്. അപ്പോൾ ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതെടുത്തത്. നിങ്ങൾക്ക് പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിൽ സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നമുക്ക് അടിയൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിൽ തന്നെ വെച്ചിട്ട് നമുക്കിതിനൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ പുറത്തേക്ക് നന്നായിട്ട് പുറത്തേക്ക് ആയ വരരുത്, ഈ ഒരു മുകൾക്ക് മതി. പുറത്തേക്ക് ആയാൽ ഞാൻ തന്നെ ഇങ്ങനെ ആക്കിയത് കൊണ്ട് എനിക്ക് ഇതിൽ എല്ലാതും പുരട്ടി കഴിഞ്ഞപ്പോൾ ഇതിന് ഒന്നും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പം തന്നെ നന്നായിട്ട് ഒന്നും കൂടെ കണ്ട പുറത്തേക്കൊക്കെ വരും. കാരണം ആ ഈസ്റ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത്രയും പുറത്തേക്ക് ആക്കണ്ട കേട്ടോ. പിന്നെ ഈ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അത് ഒന്നും കൂടെ ഇനിയും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇങ്ങനെ നീണ്ട് വരും, അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ ഈ മിശ്രിതല്ലേ തക്കാളി ഇതൊക്കെ ഉള്ള അതൊന്ന് ഇത് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കാം. കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ കസൂരി മേത്തി മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾക്ക് നമുക്ക് ചീസ്, മൊസറല്ല ചീസാണ് കേട്ടോ, ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പനീറിൻ്റെ ടേസ്റ്റുള്ള ചീസായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ. ഇതൊട്ടും ഇങ്ങനെ നീളുന്ന ടൈപ്പല്ല ഈ ചീസ്. സാധാരണ മൊസറല്ല ചീസ് വാങ്ങുമ്പോൾ ഞാൻ കുറച്ച് വലുതാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ നമ്മൾ ഒരു പീസ് എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വന്നായിരുന്നു. ഇതങ്ങനെ വരുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചീസ് വാങ്ങാൻ. പിന്നെ അതുപോലെ ആ ചിക്കന് ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ നിർബന്ധമാണ്, അറിയാലോ പിസ്സക്ക് അതൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒണിയനാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒണിയൻ ഇങ്ങനെ വെച്ച് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്ത് ഒരു ഇത് പറ്റിയതാണ്. ഞാൻ ആദ്യമൊക്കെ വെച്ചെടുത്തിന്ന് ഇങ്ങനെ ചെറിയ നീളത്തിലുള്ള പീസുകളായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. ഇതാവുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചീസ് റെഡി അല്ലാത്തതുകൊണ്ട് ആണ്. ചീസ് നല്ലതാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ കൂടെ അങ്ങനെ വലിഞ്ഞ് വന്നോളും. പക്ഷേ ചീസിൻ്റെത് കണ്ടോ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കണ്ടോ പോരുമായിരുന്നു. കാരണം ഫ്രിഡ്ജിൽ നിന്ന് കപ്പ് എടുത്തിട്ടുള്ളൂ, പക്ഷെ ഒട്ടും അത് നന്നായി കിട്ടിയിട്ടില്ല കേട്ടോ ചീസ്. അപ്പോൾ നിങ്ങളത് നല്ല ശ്രദ്ധിക്കണം. ഞാനൊരു ചെമ്പാട്ട് വെച്ചിട്ടുള്ളത്, നമ്മൾ ഓവനിലല്ല കാണിക്കുന്നത്, ചെമ്പിലാണ്. അപ്പോൾ ഒരു ചോറൊക്കെ വെക്കുന്ന ഒരു വലിയൊരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് നമ്മൾ ചട്ടിയൊക്കെ എടുത്ത് വെക്കുന്നൊരു സാധനമല്ലേ, അതുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാക്കാനോടാണ് ഇത് വെപ്പിക്കുന്നത്. എനിക്ക് പേടിയായിട്ട് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെമ്പ് നല്ല ചൂടാക്കി വെക്കണം കേട്ടോ, എന്നിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. പിന്നെ അത് വെച്ചിട്ട് ഞാൻ മുകളിൽ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, കനത്തിന് വേണ്ടിയിട്ട് വെള്ളം ഉള്ളൊരു പാത്രം വെച്ചിട്ടാ. അപ്പോൾ അത് നമ്മൾ ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വെച്ചത് കൊണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും അടിയിൽ ഒരു നമ്മൾ മൺചട്ടിക്ക് വാങ്ങി വെക്കുന്ന റൗണ്ടിൽ അത് വെക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് ഇതൊന്നായി കിട്ടാൻ. കുറേ ഞാൻ തീ കുറച്ച് വെച്ച് തീ കൂട്ടി വെച്ച് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടോ ചീസ് ഒന്നും ഇങ്ങോട്ട് വലിഞ്ഞു വന്നില്ല, ചീസ് മാത്രമുള്ള കേട്ടോ പ്രശ്നം. നല്ല പൊള്ളി ടേസ്റ്റാണ്, നമ്മൾ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ കുറച്ച് സാധനങ്ങൾ പോരെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.